friends, assalamu alaikum, namaskaram and welcome back to my channel. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. എന്ന് നമ്മൾ ക്രീം കേക്ക് അല്ലേ കാണിക്കുന്നത്. ഇന്ന് വെറൈറ്റി ആയിട്ട് നമുക്കൊരു ടീ കേക്ക് കാണിക്കാം. അപ്പം ടീ കേക്കിന്റെ റെസിപ്പി. അപ്പോൾ വെറൈറ്റി എന്ന് പറഞ്ഞാൽ തികച്ചും വെറൈറ്റി ആണ് ട്ടോ. നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്യുന്നത്. നമ്മൾ കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവർ തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് നേന്ത്രപ്പഴം കഴിക്കാൻ. നേന്ത്രപ്പഴം കിട്ടിയാൽ നമ്മൾ കൂടുതലായിട്ട് എന്താ ചെയ്യുക? പഴം പൊരിക്കും. അല്ലെങ്കിൽ ഉന്നക്കായ അങ്ങനത്തെ ഐറ്റംസ് അല്ലേ. പക്ഷേ നേന്ത്രപ്പഴം വെച്ചിട്ട് നമുക്കൊരു ടീ കേക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കത് ഒന്ന് മെൽറ്റായി വരുന്നത് കാണാം. സൈഡിൽ നിന്നൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ജസ്റ്റ് സ്പാച്ചിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു കളറിൽ കിട്ടും. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് മെൽറ്റായതിന് ശേഷമാണ് ഇതിലേക്ക് ഒരു 3/4 കപ്പോളം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നമ്മളിതിനെ കുറുക്കി 1/2 കപ്പാക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ചൂടാറിയിട്ട് വേണം നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട്. അധികം ചൂടാറാൻ നിൽക്കേണ്ട. അപ്പോൾ ഇതൊന്ന് കട്ടി പിടിക്കും. അപ്പം പിന്നെ നമ്മൾ വീണ്ടും ഒന്ന് ജസ്റ്റ് ചൂടാക്കേണ്ടി വരും ലിക്വിഡായി കിട്ടാനായിട്ട്. അപ്പോൾ അതായത് ഇപ്പോൾ നല്ല ഷുഗറൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറിയത് കാണാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇപ്പം ജസ്റ്റ് ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഒരു 3/4 കപ്പോളം ചൂടുള്ള വെള്ളം. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് പഴം വെച്ച് ചെയ്യുകയാണെങ്കിലും ഇത് കഴിക്കുമ്പോൾ മനസ്സിലാവുക പോലും ഇല്ല കേട്ടോ ഇതിൽ പഴം ആണ് ചേർത്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മളെ കാരമൽ ഇവിടെ 1/2 കപ്പായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഞാനിവിടെ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ഏലക്കായ, അതുപോലെ ഒരു കഷ്ണം പട്ട, അതുപോലെ തന്നെ ഒരു ഗ്രാമ്പു, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതാ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിതാ ഞാനിവിടെ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്, ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പും അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കാം. 3 പ്രാവശ്യം ഒന്നും അരിക്കണമെന്നൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്താൽ മതി. ഇനി വിസ്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ടീ കേക്ക് ആകുമ്പോൾ പിന്നെ അത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ ഇതിവിടെ അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 വലിയ മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സ്പീഡായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എഗ്ഗ് ഇവിടെ നന്നായിട്ട് ബീറ്റായി വരുന്നുണ്ട്. ആ ബീറ്റ് ആവുന്ന ടൈമിൽ തന്നെ നമ്മൾ പൊടിച്ച പഞ്ചസാര ഉണ്ടല്ലോ അത് കുറേശ്ശെയായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എല്ലാ കേക്കിലും ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഈ ഒരു കേക്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കമൻറ്റ് എന്താണെന്നുള്ളത് ഇഷ്ടമായാലും ഇല്ലെങ്കിലൊക്കെ താഴെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഇതാ ഷുഗർ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കാരമൽ സിറപ്പും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സിറപ്പ് നന്നായിട്ട് തന്നെ ചൂടാറണം കേട്ടോ. ആറിയ ടൈമിൽ വേണം നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂടുണ്ടെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഒരു ഉണ്ടാക്കിയ ആ ടൈമിലുള്ള ചൂട് തന്നെ ആവരുത്. ഇനി നമ്മൾ ആ ഒരു മിക്സി ഉണ്ടല്ലോ നമ്മൾ പഞ്ചസാര പൊടിച്ചിട്ടുള്ള ആ ഒരു മിക്സിയിലേക്ക് നമുക്ക് ഒരു നേന്ത്രപ്പഴം, ഇത് ഏകദേശം പഴുത്തിട്ടുള്ള ഒരു പാകെത്തിയിട്ടുള്ള പഴമാണ്. ഈ ഒരു പഴം നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് തന്നെ ഫൈനായിട്ട് അരച്ചിട്ട് വരാം. അപ്പോൾ ഇതാ ഞാനിതോടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിലേക്ക് നമ്മൾ ഈ ഒരു പഴം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരൊറ്റ പഴം യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. വലിയ പഴമാണെങ്കിൽ നല്ല കുഞ്ഞു പഴക്കാണെങ്കിൽ മാത്രം 2 യൂസ് ചെയ്താൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പോളം, 1/2 കപ്പ് ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. 1/2 കപ്പിൻ്റെ ഒരു 3/4 ഭാഗമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ്. അത് കുറേശ്ശും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾക്കിപ്പോൾ നമ്മൾ സാധാ നോർമൽ എഗ്ഗ് കേക്ക് പോലെയല്ല, കുറച്ചൊരു ടൈറ്റ് ആയിട്ടുള്ള ബാറ്ററിനാണ് കേട്ടോ കിട്ടുക, പഴമൊക്കെ ചേർത്തിട്ടുള്ളതല്ലേ. അപ്പോൾ ഇത് കുറേശ്ശെ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമ്മൾ ഏത് മോൾഡിലാണോ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു മോൾഡിൽ ഗ്രീസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഈ ഒരു മോൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ മുന്നേ എൻ്റെ ബേക്കിംഗ് ടൂൾസൊക്കെ കാണിച്ച ആ ഒരു ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു എലിപ്പെട്ടി പോലത്തെ ഒരു ടൂള്. അപ്പോൾ ഈ ഒരു മോൾഡിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. കാരണം ഇത് കട്ട് ചെയ്തെടുക്കാനും ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അതാ അത് നല്ല ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമ്മൾ ടാപ്പ് ചെയ്യുന്ന പോലെ തന്നെ ടാപ്പ് ചെയ്യുക. 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രിയിൽ തന്നെ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് കാരണം ടൂട്ടി ഫ്രൂട്ടി ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങളെ കയ്യിൽ നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചൂടാറിയിട്ട് ഞാനിത് മോൾഡിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ബേക്കിംഗ് ടൈം കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ 40-45 മിനിറ്റോളം വരും. ബിക്കോസ് ഇത് നമ്മൾ ബാറ്റർ കുറച്ച് കട്ടിയുള്ളതാണ്, തിക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഇതിൽ കാരമലൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ നല്ല കളറുമാണ് കേട്ടോ കേക്കിന്, നല്ല സ്മെല്ലുമാണ്. ഇത് കഴിച്ചിട്ട് മക്കൾക്ക് പോലും അറിഞ്ഞിട്ടില്ല ഇതിൽ പഴം ചേർത്തിട്ടുണ്ടെന്ന് പോലും അറിയില്ല. അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ ടീ കേക്ക് ആക്കിയിട്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ചൂടാറിയിട്ട്. അപ്പോൾ അതാ ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇത് എങ്ങനെയാണ് ഇരിക്കണതെന്നൊക്കെ. നമ്മൾ പ്ലം കേക്കിൻ്റെ ഒക്കെ ആ ഒരു കളറിൽ തന്നെ നമ്മൾ ഷുഗറൊക്കെ കാരമലൈസ് ചെയ്തെടുത്തതുകൊണ്ട് അതേ ഒരു ടേസ്റ്റും തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ ചുമ്മാ പറയല്ല, തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓവണില്ലാന്ന് കരുതി ആരും ട്രൈ ചെയ്യാതിരിക്കരുത്, അല്ലെങ്കിൽ ഇതുപോലത്തെ പാത്രം ഇല്ലയെന്ന് കരുതി ട്രൈ ചെയ്യാതിരിക്കരുത്. പലരും പറയുന്ന കാര്യമാണ് കേക്ക് ഉണ്ടാക്കാൻ ഓവണില്ല, അല്ലെങ്കിൽ അതിനായിട്ടുള്ള മോൾഡുകളില്ല എന്നൊക്കെ, അല്ലെങ്കിൽ മെഷറിംഗ് കപ്പില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ അതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലെ ടീ കേക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നോക്കി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ വീട്ടിലും, നല്ല അടപ്പൊക്കെ അല്ല, അതുപോലെ കുക്കറിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ കാണാൻ. അതുപോലെ തന്നെ പുതുതായിട്ട് നമ്മളെ ചാനലൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.